എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് വീഡിയോ ഒക്കെ ഇടാഞ്ഞത്. അപ്പോൾ നമ്മൾ ഫൈനലി ഇന്ന് വന്നിട്ടുള്ളത് ഒരു മിന്ത്ര ഹോളായിട്ടാണ്. മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ഇന്ന് കാണിക്കുന്നതിൽ കുർത്ത സെറ്റ് കാണിക്കുന്നുണ്ട്, പാൻറ് കാണിക്കുന്നുണ്ട്, ഷേർട്ട് ഡ്രസ്സ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കപ്പിൾ ഔട്ട്ഫിറ്റ് ഡ്രസ്സും കൂടിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വന്നപ്പോൾ അങ്ങനെ ഒരു മാച്ചായി വന്നതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കപ്പിൾ ഔട്ട്ഫിറ്റ് പോലെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ജെൻസിൻ്റെ രണ്ട് പ്രൊഡക്റ്റും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു മിക്സ്ഡ് ഹോളായിരിക്കും ഇന്ന്. എല്ലാം തന്നെ മിന്ത്രയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് ഏകദേശം വരുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ പുറത്തിങ്ങനെ വണ്ടി പോകുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സോ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ എല്ലാത്തിൻ്റെയും ഏകദേശം റേറ്റ് വരുന്നത് 1000-ൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ റേറ്റ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നില്ല, കാരണം ഞാൻ പറയുന്ന റേറ്റ് ആയിരിക്കുമല്ലോ നിങ്ങൾ നോക്കുന്ന ടൈമിൽ. ഓരോ ടൈമിലും ഓരോ റേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഓഫർ ഉണ്ടാവും, ചിലപ്പോൾ കൂടുതൽ റേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം 1000-ൻ്റെ ഉള്ളിലാണ് ഞാൻ വാങ്ങിയ ടൈമിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് മാത്രം 1000-ൻ്റെ മേലെ വരുന്നുണ്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ എല്ലാ ഡ്രസ്സും നിങ്ങൾക്ക് ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. സോ നമുക്കധികം പറഞ്ഞ് വലിച്ചു നീട്ടണ്ട, നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ടീഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. സൈഡിൽ ഇതിൻ്റെ പിക്ക് ഞാൻ കൊടുക്കുക. ഇത് ഒരുപാട് തവണ ഞാൻ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു ആഫ്റ്റർ വാഷ് റിവ്യൂ കൂടിയാണ് പറയുന്നത്. ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഒരു മിഡി ലെങ്ത്തിൽ വന്നിട്ടുള്ള ഒരു ടീഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ വേറെയും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, ബീജ്, അതുപോലെ തന്നെ ഒരു സ്കൈ ബ്ലൂ ഒക്കെ അവൈലബിൾ ആണ് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 3/4 സ്ലീവിലാണ് കേട്ടോ വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഷേർട്ട് ഡ്രസ്സാണ്. മിഡി ലെങ്ത്തിലാണ് വരുന്നത്. അപ്പോൾ ഇട്ടിട്ടുള്ള ഒരു ക്ലിപ്പ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. റൗണ്ട് നെക്കാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല ലൂസ് ഫിറ്റിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ L സൈസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമൽ സൈസിനെ ചൂസ് ചെയ്താൽ മതി. ഞാൻ L സൈസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ലൂസ് ഫിറ്റിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാ സൈസ് എടുക്കേണ്ട ആവശ്യമില്ല. കോട്ടൺ, ബനിയൻ ക്ലോത്ത് അങ്ങനെ ഒരു മിക്സ്ഡ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അങ്ങനെ വലിയുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ല കേട്ടോ. ഞാനിത് 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ടും ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സിലേക്ക് മാച്ച് ആക്കിയിട്ടായിരുന്നു ഒരു കപ്പിൾ ഔട്ട്ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്തായാലും ആ ഒരു ടീഷർട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഒരു ടീഷർട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിയ ടൈമിൽ 818 അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. ആ ഒരു റേറ്റിലേക്ക് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ടൈമിൽ ഇപ്പോൾ എങ്ങനെയാണ് റേറ്റ് കാണിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, വാഷ് ചെയ്തതാണ് കേട്ടോ. അടിപൊളിയാണ്, കളറൊന്നും പോകുന്നില്ല. നല്ല സ്റ്റിച്ചിങ് ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും, അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ആ ഒരു ടീഷർട്ടിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ടീഷർട്ട് വരുന്നത്. ഒരു പോളോ കോളർ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഓവർസൈസ്ഡ് ഫിറ്റിൽ വരുന്ന ഒരു ടീഷർട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ഈ ഒരു ടീഷർട്ടിൻ്റെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവൊക്കെ 3/4 സ്ലീവ് ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ലീവാണ്. നല്ല ഓവർ സൈസിൽ കിട്ടുന്ന ഒരു സ്ലീവാണ് കേട്ടോ. നല്ല എന്താ പറയുക, മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റും ഏകദേശം 700 സംതിങ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് എടുത്തിട്ടുണ്ടായിരുന്നത് L തന്നെ ആയിരുന്നു കേട്ടോ. ലാർജ് സൈസ് തന്നെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും ഒരു ആഫ്റ്റർ വാഷ് ആണ് കേട്ടോ പറയുന്നത്. ഇതും ഒരു 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ടാവും. അടിപൊളിയാണ് കേട്ടോ. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അങ്ങനെ വലിയുന്ന ടൈപ്പ് ഒന്നും അല്ല കേട്ടോ. അടിപൊളിയാണ്, വാങ്ങിയ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചുരുങ്ങിയ പോലെയൊക്കെ ഉണ്ടാവും. അയൺ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഒരു ഓവർസൈസ്ഡ് ഷർട്ടാണ് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ, തുറന്ന് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഷർട്ട് വരുന്നത്. കണ്ടിട്ട് നല്ലൊരു ലൂസ് ഫിറ്റിൽ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ലാർജ് സൈസ് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തായാലും ഇത് വേറെ ചെയ്തിട്ടുള്ളത് സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും സൈസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അടിപൊളിയാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു കോട്ടൺ മിക്സ്ഡ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. കോളേർഡാണ് നെക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഫുള്ളായിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബട്ടൺ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. സൈഡിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് സ്ലിറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് വരുന്നുണ്ട്. അത്രയുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും പറയാനില്ല. ഒരു സോളിഡ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.
ഇന്നത് കണ്ടിട്ട് കുറച്ച് ലെങ്ത് വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഇനി വെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും. കുറച്ച് ലെങ്ത് വരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു നീ ലെങ്ത് ഡ്രസ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 400 സംതിങ് ആണ് കേട്ടോ. 456 അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. ഞാൻ വാങ്ങിയ ടൈമിലാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഒരു പാൻറ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു ട്രൗസർ ടൈപ്പ് ഓഫ് പാൻറ്റാണ് കാണിക്കുന്നത്. കുറേ ദിവസമായി ഞാനൊരു ബീച്ച് കളറിൽ വരുന്നൊരു പാൻറ്റ് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബനിയൻ ക്ലോത്ത് വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അത്ര കംഫർട്ടായി എനിക്ക് തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു കോട്ടൺ ടൈപ്പിൽ ഇങ്ങനെ തപ്പി അവസാനം മിന്ത്രയിൽ നിന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു പാൻറ് വരുന്നത്. നല്ല എന്താ പറയുക, നല്ല ലൂസ് ഫിറ്റിൽ വരുന്ന ഒരു പാൻറ്റാണ്, ഒരു ബാഗി ഫിറ്റിൽ വരുന്ന പാൻറ്റാണ് കേട്ടോ. എലാസ്റ്റിക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ വന്നിട്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കോട്ടൺ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ജീൻസിലല്ല വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു കളർ ഷെയ്ഡാണ്, ബീച്ച് ഷെയ്ഡാണ് കേട്ടോ. എങ്ങനെയാണ് ഒരു പാൻറ് വന്നിട്ടുള്ളത്. നല്ല ലൂസ് ഫിറ്റിലാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ കളറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 32 ആണ് കേട്ടോ. 32 ആണ് സൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് ഫിറ്റ് വരുന്നു കേട്ടോ. ഫിറ്റുള്ള ക്ലിപ്പ് ഞാൻ സൈഡിൽ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 611 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വേറെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, വൈറ്റ്, പിങ്ക്, എന്താ പറയുക, ബ്രൗൺ, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. സോ അത്രയ്ക്കുള്ള ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഒരു കുർത്തിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു എയർലൈൻ ടൈപ്പ് ഓഫ് കുർത്തിയാണ് കാണിക്കുന്നത്. ഇതും ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കുക. ജസ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. നല്ലൊരു പിങ്ക് കളറിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടിയും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു പിങ്കാണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഡാർക്ക് പിങ്കിലാണ് കേട്ടോ വരുന്നത്. മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു കോട്ടൺ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇങ്ങനെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. സൈഡിൽ സ്ലിറ്റ് ഒന്നും വരുന്നില്ല. ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ആലിയ കട്ട് മോഡലിലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഒരു ലൈസ് ഡീറ്റെയിലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നെക്ക് പോർഷൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഒരു 3/4 സ്ലീവ് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിങ്ങിൽ ഇങ്ങനെ ഒരു ലൂസ് ടൈപ്പിലാണ് വരുന്നത്. അവിടെയും ഇങ്ങനെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു ഫ്ലെയർ ടൈപ്പിലാണ് കേട്ടോ വരുന്നത്. നല്ല നമുക്ക് നോർമലായിട്ട് കോളേജിലേക്കും ഓഫീസിലേക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കുർത്തിയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് കുറച്ച് വരുന്നുണ്ട്. 824 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിൻ്റെയും റേറ്റ് ഏകദേശം 1000 ഉള്ളിലാണ് വരുന്നത്. ഒരു 700 to 1000 ഉള്ളിലാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പക്ഷെ ആ ഒരു റേറ്റിലേക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ സൈസ് വന്നിട്ട് സ്മോൾ ടു 2XL വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഒരു കപ്പിൾ ഔട്ട്ഫിറ്റ് ഡ്രസ്സാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കുർത്ത സെറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സെറ്റ് വന്നിട്ട് ഒരു പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. അതിൻ്റെ റേറ്റ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. 1500 സംതിങ് വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. നല്ലൊരു ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളറിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെ വി കട്ടിൽ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല പെട്ടെന്ന് ഈ ഒരു കുർത്തി കാണുമ്പോൾ ഒരു അനാർക്കലി ടൈപ്പാണെന്ന് തോന്നും. പക്ഷേ സൈഡിൽ സ്ലിറ്റ് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും നല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിങ്ങിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിലും വന്നിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു സീ ത്രൂ ടൈപ്പായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നേരെ അടിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കുക. ഇതും ഞാൻ ഒരു പ്രാവശ്യം ഇട്ടതാണ് കേട്ടോ, വാഷ് ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം ഇട്ട ഡ്രസ്സാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. കളറൊന്നും പോകും തോന്നില്ല കേട്ടോ. അങ്ങനെ ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത്. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതെങ്ങനെയാണ് വരുന്നത്.
അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ, നല്ല ലെങ്ത്ത് വരുന്നുണ്ട്, ഏകദേശം ഒരു മിഡി ലെങ്ത്ത് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. റേറ്റ് മാത്രം കുറച്ച് വരുന്നുണ്ട്, പക്ഷെ ആ ഒരു റേറ്റിലേക്കുള്ള പ്രൊഡക്റ്റ് ഇത് കാണാനുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് L ആയിരുന്നു, കുറച്ച് ലൂസ് ഫിറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്താ പറയുക, പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ഒരു ടൈപ്പിലാണ് കേട്ടോ വരുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് എലാസ്റ്റിക് ടൈപ്പിലാണ് വരുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ, നോർമൽ ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു പാൻറ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സിലേക്ക് മാച്ച് ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എക്സാക്റ്റ് കളർ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഡിഫറെൻറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. ഇതും ഏകദേശം ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. എനിക്ക് ഇട്ടിട്ട് ഏകദേശം ഒരുപോലെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ടീഷർട്ട് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. നല്ല ഓവർ സൈസ്ഡ് ഫിറ്റിൽ വരുന്ന ഒരു ടീഷർട്ടാണ് കേട്ടോ, ലാർജ് സൈസ് വരുന്ന എടുത്തിട്ടുണ്ടായിരുന്നത്. റൗണ്ട് നെക്കാണ് വരുന്നത്. സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ, നല്ല 3/4 സ്ലീവിലാണ് വരുന്നത്. നല്ല ഓവർ സൈസ്ഡ് ഫിറ്റിലാണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. നല്ല ക്വാളിറ്റിയിലാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടീഷർട്ട് നിങ്ങൾ ബ്രദറിനോ അതോ ഹസ്ബൻഡിനോ ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം കാണിച്ചൊരു ബ്രൗൺ ടീഷർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ വേറെയും ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. വൈറ്റ്, ബ്ലാക്ക്, ബ്രൗൺ, എന്താ പറയുക, പിങ്ക് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 സംതിങ് ആണ് കേട്ടോ. ആ ഒരു റേറ്റിലേക്കുള്ള ക്വാളിറ്റി ഇതുണ്ട്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ് എല്ലാത്തിൻ്റെയും. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് അഫോർഡബിൾ ഒന്നല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാത്തിനെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.